ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ, ഞങ്ങൾ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. യഹൂദ തൻ്റെ സഹോദരനായ ശിമെയോനോട്, എൻ്റെ അവകാശദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോടുകൂടെ പോരേണം. നിന്റെ അവകാശദേശത്ത് നിന്നോടുകൂടെ ഞാനും വരാം എന്ന് പറഞ്ഞു. ശിമെയോൻ അവനോട് കൂടെ പോയി. അങ്ങനെ യഹൂദ പുറപ്പെട്ടു. യഹോവ കനാന്യരെയും പെരിസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ബെസേക്കിൽ വെച്ച് അവരിൽ 10,000 പേരെ സംഹരിച്ചു. ബെസേക്കിൽ വെച്ച് അവർ അദോനി ബെസേക്കിനെ കണ്ടു. അവനോട് യുദ്ധം ചെയ്ത് കനാന്യരെയും പെരിസ്യരെയും സംഹരിച്ചു. എന്നാൽ അദോനി ബെസേക്ക് ഓടിപ്പോയി. അവർ അവനെ പിന്തുടർന്നു പിടിച്ച് അവൻ്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു 70 രാജാക്കന്മാർ എൻ്റെ മേശയുടെ കീഴിൽ പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് അദോനി ബെസേക്ക് പറഞ്ഞു. അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി അവിടെ വച്ച് അവൻ മരിച്ചു. യഹൂദ മക്കൾ യെരൂശലേമിൻ്റെ നേരെ യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയിൽ വെട്ടി നഗരം തീയിട്ട് ചുട്ടുകളഞ്ഞു. അതിനുശേഷം യഹൂദ മക്കൾ മലനാട്ടിലും തെക്കേ ദേശത്തും താഴ്വരയിലുള്ള പാർത്തിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി. യഹൂദ ഹെബ്രോനിൽ പാർത്തിരുന്ന കനാന്യരുടെ നേരെയും ചെന്നു. ഹെബ്രോന് പണ്ട് കിര്യത്ത് അബ്ബ എന്നു പേർ. അവർ ശെഷായി, അഹിമാൻ, തൽമായി എന്നിവരെ സംഹരിച്ചു. അവിടെ നിന്നും അവർ ദബീർ നിവാസികളുടെ നേരെ ചെന്നു. ദബീറിന് പണ്ട് കിര്യത്ത് സെഫേർ എന്നു പേർ. അപ്പോൾ കാലേബ്, കിര്യത്ത് സെഫേർ ജയിച്ചടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും എന്ന് പറഞ്ഞു. കാലേബിൻ്റെ അനുജനായ കെനസിൻ്റെ മകൾ ഓനിയേൽ അത് പിടിച്ചു. അവൻ തൻ്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നപ്പോൾ തൻ്റെ അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. അവൾ അവനോട്, ഒരു അനുഗ്രഹം എനിക്ക് തരണമേ. നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ കൊടുത്തത്, നീരുറവുകളും എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകൾ കൊടുത്തു. മോശയുടെ അളിയനായ കേന്യൻ്റെ മക്കൾ യഹൂദ മക്കളോടുകൂടെ ഈന്തപ്പട്ടണങ്ങളിൽ നിന്ന് ആരാദിന് തെക്കുള്ള യഹൂദ മരുഭൂമിയിലേക്ക് പോയി. അവർ ചെന്ന് ജനത്തോടുകൂടെ പാർത്തു. പിന്നെ യഹൂദ തൻ്റെ സഹോദരനായ ശിമെയോനോടുകൂടെ പോയി. അവർ സെഫാത്തിൽ പാർത്തിരുന്ന കനാന്യരെ വെട്ടി അതിനെ നിർമൂലമാക്കി. ആ പട്ടണത്തിന് ഹൊർമ എന്ന് പേരിട്ടു. യഹൂദ ഗസ്സയും അതിൻ്റെ അതിർനാടും അസ്കലോനും അതിൻ്റെ അതിർനാടും എക്രോനും അതിൻ്റെ അതിർനാടും പിടിച്ചു. യഹോവ യഹൂദയോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മലനാട് കൈവശമാക്കി. എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. മോശ കൽപ്പിച്ചതുപോലെ അവർ കാലേബിന് ഹെബ്രോൻ കൊടുത്തു. അവൻ അവിടെ നിന്ന് അനാക്കിൻ്റെ 3 പുത്രന്മാരെയും നീക്കിക്കളഞ്ഞു. ബെന്യാമീൻ്റെ മക്കൾ യെരുശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെയും നീക്കിക്കളഞ്ഞില്ല. യെബൂസ്യർ ഇന്ന് വരെ ബെന്യാമീൻ്റെ മക്കളോടുകൂടെ യെരുശലേമിൽ പാർത്തു വരുന്നു. യോസഫിൻ്റെ ഗൃഹം ബേഥേലിലേക്ക് കയറി ചെന്നു. യഹോവ അവരോടുകൂടെ ഉണ്ടായിരുന്നു. യോസഫിൻ്റെ ഗൃഹം ബേഥേൽ ഒറ്റുനോക്കുവാൻ ആളയച്ചു. ആ പട്ടണത്തിന് മുമ്പേ ലൂസ് എന്ന പേരായിരുന്നു. പട്ടണത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരുത്തൻ്റെ ഒറ്റുകാർ കണ്ട് അവനോട്, പട്ടണത്തിൽ കടപ്പാൻ ഒരു വഴി കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾ നിന്നോട് ദയ ചെയ്യും എന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിൽ കടപ്പാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു.
അവർ പട്ടണത്തിൻ്റെ വാളൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കളഞ്ഞു. ആ മനുഷ്യനെയും അവൻ്റെ സകല കുടുംബത്തെയും വിട്ടയച്ചു. അവൻ ഹിത്യരുടെ ദേശത്ത് ചെന്ന് ഒരു പട്ടണം പണിത് അതിന് ലൂസ് എന്ന് പേരിട്ടു. ഇന്ന് വരെ അതുതന്നെ പേർ. മനശ്ശെ ബേത്ത് ഷെയാനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും താനാക്കിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ദൂരിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ഇബ്ളയാമിലും അതിൻ്റെ ഗ്രാമങ്ങളിലും മെഗിദോവിലും അതിൻ്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്ത് തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേലിന് ബലം കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു. എഫ്രയീം ഗസേരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഗസേരിൽ അവരുടെ ഇടയിൽ പാർത്തു. സെബൂലൂൻ കിത്രോനിലും നഹലോലിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഊഴിയവേലക്കാരായി തീർന്നു, അവരുടെ ഇടയിൽ പാർത്തു. ആശേർ അക്കോവിലും സീദോനിലും അഹ്ലാബിലും അക്സീബിലും ഹെൽബയിലും അഫീക്കിലും രഹോബിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. അവരെ നീക്കിക്കളയാതെ അശൂര്യർ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. നഫ്താലി ബേത് ഷെമിലും ബേത് അനാത്തിലും പാർത്തിരുന്നവരെ നീക്കിക്കളയാതെ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. എന്നാൽ ബേത് ഷെമയിലും ബേത് അനാത്തിലെയും നിവാസികൾ അവർക്ക് ഊഴിയവേലക്കാരായി തീർന്നു. അമോര്യർ ദാൻ മക്കളെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചതുമില്ല. അങ്ങനെ അമോര്യർക്ക് ഹർഹേരെസിലും അയാലോനിലും ഷാൽബീമിലും പാർക്കാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ യോസഫിൻ്റെ ഗൃഹത്തിന് ബലം കൂടിയപ്പോൾ അവരെ ഊഴിയവേലക്കാരായി തീർത്തു. അമോര്യരുടെ അതിർ അക്രബീൻ കയറ്റവും സേലയും മുതൽ പിന്നെയും മേലോട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ന്യായാധിപന്മാർ 1-ാം അധ്യായം അവസാനിക്കുന്നു.